ജില്ലയിൽ ശേഷിക്കുന്ന തിരൂരിലെ ബീവറേജ് ഔട്ട്ലെറ്റിൽ മറ്റു ജില്ലയിൽ നിന്നുവരെ ആളുകളെത്താൻ തുടങ്ങിയതോടെ വൻ തിരക്കാണ് വ്യാഴാഴ്ച അനുഭവപ്പെട്ടത്. രാവിലെ മുതൽ തിങ്ങിനിറഞ്ഞ ക്യൂ തൊട്ടടുത്ത സ്വകാര്യ ആശുപത്രിക്ക് മുമ്പിലും നിറഞ്ഞതോടെ ആശുപത്രി തുറക്കാനായില്ല. ആശുപത്രിക്ക് ഇരുവശവും ആളുകൾ നിറഞ്ഞത് രാവിലെ മുതൽ എത്തിയ രോഗികൾ മടങ്ങിപ്പോകാനിടയാക്കി. വന്നവരിൽ അത്യാഹിത വിഭാഗത്തിൽപ്പെട്ടവർ വരെ ഉണ്ടായിരുന്നതായി ആശുപത്രിയിലെ ഡോക്ടർമാർ പറഞ്ഞു. വളരെ ദൂരത്ത് വരുന്ന തൃശ്ശൂരിൽ നിന്നും അതേപോലെ തന്നെ കണ്ണൂരിൽ നിന്നും കാലിക്കറ്റിൽ നിന്നൊക്കെ വരുന്ന ആളുകൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുകളുണ്ട്. കാരണം അവർ ഒരു ദിവസം മൊത്തം അവരുടെ ജോലിയും അതേപോലെ തന്നെ ബുദ്ധിമുട്ടി വരുന്ന ആളുകൾക്ക് ഡോക്ടറെ ഹോസ്പിറ്റലിൽ കാണാതെ മടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന് അധികാരികൾ മുനിസിപ്പാലിറ്റിയോ അല്ലെങ്കിൽ പോലീസോ അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നോ യാതൊരുവിധ സഹകരണവും ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. ദിനംപ്രതി നൂറുകണക്കിന് രോഗികളാണ് ആശുപത്രിയിൽ എത്തിയിരുന്നത്. ഔട്ട്ലെറ്റിലേക്ക് എത്തുന്ന ആവശ്യക്കാരുടെ എണ്ണത്തിൽ ഇരട്ടിയിലധികം വർധനവുണ്ടായത് തൊട്ടടുത്ത വ്യാപാര സ്ഥാപനങ്ങളെയും ഏറെ പ്രയാസത്തിലാക്കുകയാണ്. എത്തുന്നവരിൽ പലരും വാഹനങ്ങൾ അലക്ഷ്യമായി കടകൾക്ക് മുന്നിൽ നിർത്തുന്നതും മദ്യക്കുപ്പികൾ വലിച്ചെറിയുന്നതും വ്യാപാരങ്ങളെ ബാധിച്ചതായാണ് ഉടമകളുടെ പരാതി. ആശുപത്രിക്ക് പുറമെ തൊട്ടടുത്ത വീടുകളിലേക്കുള്ള വഴികളും തടസ്സപ്പെട്ട വാർത്ത കഴിഞ്ഞ ദിവസം വെട്ടം ന്യൂസ് സംപ്രേഷണം ചെയ്തിരുന്നു. തിരക്ക് പ്രദേശത്തെ മുഴുവൻ ബാധിച്ചതോടെ പലരും അധികൃതർക്ക് പരാതി നൽകിയിട്ടുണ്ട്. ഔട്ട്ലെറ്റ് മാറ്റി സ്ഥാപിക്കാതെ പ്രശ്നത്തിന് പരിഹാരമാവില്ലെന്നാണ് ഉദ്യോഗസ്ഥരുടെയും വാദം. കഴിഞ്ഞ ദിവസം മദ്യവിരുദ്ധ സമിതിയുടെ നേതൃത്വത്തിലും ഔട്ട്ലെറ്റിന് മുന്നിൽ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചിരുന്നു. വെട്ടം ന്യൂസ്, തിരൂർ.